ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കപ്പ കൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പയുടെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ശേഷം ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് വേവിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. കപ്പ അവിടുന്ന് വേവട്ടെ. കപ്പ വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ആദ്യം തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 5 ആണി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പാനി തയ്യാറാക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലും കൂടെ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പകുതി ഞാൻ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊടിക്കുന്ന സമയത്ത് ഒരു പശ പോലെ മിക്സീൻ്റെ ജാറിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, ഒരു സ്പൂണ് വെച്ച് നമ്മൾ നന്നായിട്ട് കോരി എടുത്താൽ മതി. ഇനി കുറച്ച് കപ്പ നമുക്കൊരു പാത്രത്തിലിട്ട് ഒരു സ്പൂണ് വെച്ച് നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി ആ പായസത്തിൽ നമുക്ക് അലിഞ്ഞു പോകരുത്, കുറച്ച് കടിക്കാനും കൂടെ വേണ്ടേ. അപ്പോൾ കുറച്ച് ഞാൻ ഉടച്ചും കൂടെ എടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഉരുളി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായതിനു ശേഷം നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മുടെ ശർക്കര പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ശർക്കര പാനിയും കപ്പയും കൂടി ഒന്ന് ജോയിൻ്റ് ആക്കി എടുക്കണം. കുറച്ച് സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പശ പോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് കുറച്ച് കുറച്ച് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ഉരുളി കുറച്ചങ്ങ് ചെറുതായി പോയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചധികം സമയം വേണ്ടി വന്നു ഈ ശർക്കരയും കപ്പയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അങ്ങാടിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഫേസ്ബുക്കിലെ പേജൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ശർക്കരയും കപ്പയും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി കപ്പ വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ നിന്ന് തയ്യാറാക്കാം. നല്ല രുചിയാണ് കേട്ടോ. കപ്പ വാങ്ങുന്ന സമയത്ത് നല്ലോണം വെന്തുടയുന്ന കപ്പ നോക്കി വാങ്ങിയാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ 1/4 പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഉരുളി അടുപ്പത്തുനിന്ന് വാങ്ങി മാറ്റി വെക്കാം കേട്ടോ. ഇനി എല്ലാ പായസത്തിലും ചെയ്യുന്നത് പോലെ തന്നെ നെയ്യിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ മൂപ്പിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ ചീനച്ചട്ടിയിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യും കൂടെ ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേരുമ്പോഴാണല്ലോ ആ പായസത്തിൻ്റെ ആ രുചിയും മണവും കൂടെ നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പായസത്തിൽ നമ്മൾ ആദ്യമേ കുറച്ച് നെയ്യ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സമയത്തെ നല്ലൊരു മണം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീനച്ചട്ടിയിൽ ചൂടായി നിൽക്കുന്ന ആ നെയ്യുണ്ടല്ലോ, ആ നെയ്യിലോട്ട് ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ നെയ്യോട് കൂടി തന്നെ നമ്മുടെ ആ പായസത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേരുമ്പോഴാണ് ആ പായസത്തിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതും കൂടെ ചേരുമ്പോൾ ആ പായസത്തിൻ്റെ ആ നല്ലൊരു സ്മെല്ല് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി പായസം നമ്മുടെ ഇതാ കപ്പ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്.